നമസ്കാരം. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2024 വിദ്യാർത്ഥികൾക്ക് വളരെ ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷ എഴുതുവാനും ഉപരിപഠന പ്രവേശന പരീക്ഷയാണെങ്കിലും തൃപ്തികരമായുള്ള വിജയം കൈവരിക്കുവാനും ഒരുപക്ഷെ പലവിധത്തിലുള്ള ആശങ്കകളും ഉണ്ടായിരുന്നു. വികസിത രാഷ്ട്രത്തിൽ പോയി പഠിക്കണോ എന്ന ചിന്തകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ചെലവിനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ജന്മനാട്ടിൽ തന്നെ പഠിക്കാനുള്ളൊരു അവസരം ഉണ്ടായിത്തീരും. ഇതിൻ്റെ വെളിച്ചത്തിൽ മാതാപിതാക്കൾക്കും അതെ വളരെ ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. വ്യാപാരം, വിപണനം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരുപക്ഷെ സ്വല്പം ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുവാനാണ് ജൂൺ മാസം മുതൽ യോഗം കാണുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു മുൻകരുതലുകളും സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ നിയന്ത്രണവും ശ്രദ്ധയും സൂക്ഷ്മതയും വേണ്ടതാണ്. അല്ലാത്ത പക്ഷം അധിക ചെലവുകളെ നിയന്ത്രിച്ചും കൊണ്ട് ഉള്ളൊരു സമീപനമാണെങ്കിൽ, അങ്ങനെയുള്ള ഭരണ സംവിധാനമാണെങ്കിൽ തീർച്ചയായിട്ടും നിലനിൽപ്പിന് അനുകൂലമാക്കി തീർക്കുവാനും നിലനിർത്തിക്കൊണ്ടുപോകാനും സാധിക്കും. ചില വിഭാഗങ്ങളിലുള്ള ജോലിക്കാർക്ക് നിർദ്ദേശങ്ങളും പരിശീലനം നൽകുകയും മറ്റു ചില വിഭാഗങ്ങൾ നിർത്തിവെക്കുകയും ചെയ്ത് മൊത്തത്തിൽ ഒരു ധ്രുവീകരണം വ്യാപാര വിപണന വിതരണ മേഖലയിൽ വേണ്ടി വരുവാനാണ് യോഗം കാണുന്നത്. മാതാപിതാക്കളുടെ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ജോലി സ്ഥലത്തിനോടനുബന്ധമായി ചെറിയൊരു വീട് വാങ്ങിക്കുവാനൊരവസരം ഉണ്ടായിത്തീരുവാനും യോഗമുണ്ട്. വേറെ ചിലർക്ക് ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി നിലവിലുള്ള ഗ്രഹത്തിന് പുറമെ മറ്റൊരു ഗ്രഹം വാങ്ങിക്കുവാനോ വിസ്തൃതിയുള്ളൊരു വീട് വാടകയ്ക്കെടുക്കുവാനോ സാധ്യത കാണുന്നതുമുണ്ട്. സുവ്യക്തമായിട്ടുള്ള കർമ്മ പദ്ധതികളായതുകൊണ്ട് പണം മുതൽ മുടക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളും. സമയബന്ധിതമായിട്ട് മാത്രമേ പണം മുതൽ മുടക്കേണ്ടതുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ നിന്നും ഒരു നേട്ടം എന്ന് പറയുന്നത് ഒരുപക്ഷെ 2025 ജൂൺ മാസത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ ഒരു ദീർഘകാല പദ്ധതികളാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി അതിന് തക്കവണ്ണമുള്ളൊരു ജോലിക്കാരെ നിയമിച്ചുകൊണ്ട് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് മെയ് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ അവസരം വന്നു ചേരും. ഫെബ്രുവരി, മാർച്ച് എന്നീ മാസകാലങ്ങളിൽ പല പ്രകാരത്തിലും മാർഗതടസ്സങ്ങൾ ഉണ്ടാകുമോ എന്ന തോന്നലുണ്ടാവും. ഒരുപക്ഷെ ജീവിത പങ്കാളിയിൽ നിന്നും തൃപ്തികരമല്ലാത്ത സമീപനം വന്നു ചേരുന്നത് വഴി സ്വല്പം സമാധാനക്കേടുണ്ടാവും. അതൊന്നും സാരില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം സമത്വത്തോടു കൂടിയും എല്ലാം സമവീക്ഷണത്തോടു കൂടിയതായുള്ള സ്വീകരിക്കല്, ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഇരുവർക്കും ഇങ്ങനെ സമീപനം സ്വീകരിക്കണം. എന്നാൽ മാർച്ച് മാസം കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ പറന്നു പോയും കൊണ്ട് കുടുംബജീവിതത്തിൽ ആദ്യം സുഖകരമായിട്ടുള്ള ജീവിതത്തിൽ ആദ്യം പുനഃപ്രവേശിക്കാനും സാധ്യത കാണുന്നതുമുണ്ട്. നിലവിലുള്ള രാജ്യത്തിൽ ഇനി ജോലി സാധ്യതകൾ കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ടും മറ്റ് വികസിത രാഷ്ട്രത്തിൽ, വികസിച്ചു വരുന്ന രാഷ്ട്രത്തിൽ ജോലി സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഒരുപക്ഷെ മെയ് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ മറ്റൊരു വികസിത രാഷ്ട്രത്തിലേക്ക് ഉദ്യോഗത്തിന് അപേക്ഷിക്കുവാനും, പ്രാരംഭത്തിൽ നേട്ടങ്ങൾ വളരെ കുറവുള്ള ജോലിയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ളൊരു അവസരത്തെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം അവസരമുണ്ടായിത്തീരും. ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ചില ജോലിക്കാർക്കൊക്കെ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാൻ ഇടവരുമെങ്കിൽ പോലും അത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിട സാധ്യത കാണുന്നുണ്ട്. പൊതുവെ തന്നെ വയറിന് അസുഖം, അതായത് ദഹനരസക്കുറവ്, പല്ലിന് അസുഖം എന്നിവ വന്നു ചേരുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രകൃതി വിശേഷം ഉള്ള വ്യക്തികൾക്ക് ഈ ഒരു വർഷം കുറച്ചും കൂടി അസുഖങ്ങൾ വർദ്ധിക്കുവാനാണ് യോഗമുള്ളത്. ഒരുപക്ഷെ അസ്ഥി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും നീർക്കെട്ടും ഇതിനോടൊപ്പം വർദ്ധിക്കുന്നതിനാൽ അതൊരു പക്ഷെ നാഡീരോഗ പീഡകളെ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ നാഡീരോഗ പീഡകൾക്ക് കാരണമാക്കി തീർക്കുവാനുള്ള സാധ്യതയൊക്കെ പോലും കാണുന്നതുമുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഭക്ഷണ ക്രമീകരണവും പ്രാണായാമവും
യോഗയും തന്നെ ഇതിൽ നിവൃത്തിയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതായത് വ്യായാമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഉള്ളൊരു ജീവിത ശൈലിക്ക് സ്വയമേവ തയ്യാറാകുവാനും ജീവിത വൃത്തിയായിട്ട് അത് അനുവർത്തിക്കുവാനും സാധ്യതയുണ്ട്. ഒരുപക്ഷെ അതിന് സ്വല്പൊരു കാലതാമസം എടുക്കും. പല വിധത്തിലുള്ള പരിശോധനകൾ നടത്തിയാലും അതിൽ നിന്നും ഉരുത്തിരിയുന്നത് മരുന്നുകളെ കൊണ്ടല്ല, ജീവിത ശൈലിയുള്ള അപാകതകളെ പരിഹരിക്കുക തന്നെയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ സമീപനം സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അന്യദേശത്ത് വസിക്കുന്ന പലർക്കും അവധി ലഭിക്കാത്തത് വഴി, അതായത് ഓണക്കാലത്തിനോടനുബന്ധമായോ ഡിസംബർ മാസത്തിലോ പിന്നിലോ അവധി ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ അവിടെ അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ 6 മാസത്തേക്ക് താമസിക്കാൻ തക്കവണ്ണം അവസരത്തിന് സാധ്യത പോലും കാണുന്നതുമുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളിലും ഒരു പക്വത കുറവുള്ളൊരു സമീപനമാണ് എങ്കിൽ കുറച്ചൊക്കെ നഷ്ടകഷ്ടങ്ങളും അബദ്ധങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. അറിവുള്ള പല വിഷയങ്ങളും അവതരിപ്പിക്കാൻ മനസ്സിന് ശ്രമിക്കുമെങ്കിൽ പോലും ചിലർക്ക് അവസരങ്ങൾ വന്നു ചേരും, ചിലർക്ക് തൃപ്തികരമായിട്ടുള്ള വ്യക്തികളല്ലാത്തതുകൊണ്ട്, അതായത് ഉദ്യോഗസ്ഥര് ശരിയല്ല എന്ന തോന്നലുകളുണ്ട്, അവതരിപ്പിക്കാൻ സാധിക്കാതെ വരും. ചിലർക്കൊക്കെ തന്നെ ഇതിൻ്റെ വെളിച്ചത്തിൽ അർഹമാണ് എന്ന് തോന്നുന്ന ചില അധികാര പരിധികളെല്ലാം നഷ്ടപ്പെടുവാനുള്ള സാധ്യത കാണുന്നതുമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിക്ക് തൃപ്തികരമായുള്ളൊരു വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുവാനിടയുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. ഹ്രസ്വകാല കരാർ ജോലികൾ ഏറ്റെടുത്ത് അവലംബിക്കുവാനും പ്രാവർത്തികമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും ഈ വർഷത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ സാധിക്കും. സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഉണ്ടാകും. എന്നാൽ 2024 മെയ് മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികളാണെങ്കിൽ ഇത്ര തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാവുകയില്ല. പക്ഷേ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുക, നിത്യച്ചെലവുകളെല്ലാം അനുവർത്തിക്കുക, ഇതിനൊക്കെ സാധിക്കുന്ന വിധത്തിൽ കരാർ ജോലികളിൽ നിന്നും അനുഭവങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സുവ്യക്തമായിട്ടുള്ള കർമ്മ പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. ഒരുപക്ഷെ മെയ് മാസം മുതൽ നിലവിലുള്ള ജോലി ഉപേക്ഷിച്ചാലോ എന്ന പല തോന്നലുകളും ഉണ്ടാകുമെങ്കിൽ പോലും കുടുംബാംഗങ്ങളുടെ നിർബന്ധത്താൽ ഈ തീരുമാനത്തിന് പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ജൂൺ മാസം മുതൽ ഒരു വർഷത്തേക്ക് വ്യാപാര വിപണന വിതരണ മേഖലകളിൽ മാന്ദ്യം അനുഭവപ്പെടുവാനിടയുള്ളതുകൊണ്ട് ചിലരൊക്കെ തന്നെ ഇതിനോട് സമാനമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾ ചെയ്യുന്നതും അതേപോലെ തന്നെ മറ്റൊരാൾ പണം മുതൽ മുടക്കുന്നതുമായിട്ടുള്ള പ്രസ്ഥാനത്തിൽ ജോലിക്ക് പ്രവേശിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സ്വന്തം പണം കയ്യിൽ നിന്ന് ചെലവാക്കിയാൽ നഷ്ടപ്പെടുന്നൊരവസ്ഥ മാറി മറ്റൊരാൾ പണം മുതൽ മുടക്കുന്നതിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ വിപണന മേഖലകളുടെയും ഭരണ സംവിധാനത്തിൻ്റെയും പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് അവലംബിക്കുകയും അതിൽ നിന്നും ഉണ്ടാകുന്ന ലാഭശതമാനത്തിൻ്റെ വിഹിതം ലഭിക്കത്തക്ക വിധത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് വഴി ആത്മവിശ്വാസം വർദ്ധിക്കും, സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഈ വർഷത്തിൻ്റെ ഒടുവിൽ തന്നെ ഒരു വിസ്തൃതിയുള്ള ഗ്രഹത്തിലേക്ക് മാറി താമസിക്കാൻ പോലും സാധ്യതയുണ്ട്. കലാകായിക മത്സരങ്ങളിൽ പ്രതീക്ഷിച്ച പോലെ വിജയം കൈവരിക്കാനാണ് യോഗമുള്ളത്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശ പര്യടനത്തിന് അല്ലെങ്കിൽ വിദേശത്തെ വിനോദയാത്രയ്ക്കായിക്കൊണ്ട് അവസരങ്ങൾ വന്നു ചേരും. ചില സംഘാംഗങ്ങളുടെ ടൂർ ഓപ്പറേറ്റർമാർ പറയുന്ന വിധത്തിലായിരിക്കും അതിനൊക്കെ തയ്യാറാകുന്നത്. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ളൊരു അവസരത്തെ സ്വീകരിക്കുക തന്നെ ആയിരിക്കും പ്രായോഗികമായിട്ട് നന്നാവുക എന്നുകൂടിയാണ് സൂചിപ്പിക്കാനുള്ളത്. ആത്മപ്രഭാവത്താൽ പല വിധത്തിലുള്ള ദുഷ്കീർത്തികളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. സേവന സാമർഥ്യത്താൽ സർവകാര്യ വിജയം നേടുവാൻ അവസരം വന്നു ചേരും. പലപ്പോഴും മേലധികാരികളുടെ ആജ്ഞകൾ
മെയ് മാസം മുതൽ ഒരു വർഷത്തേക്ക് സർവസ്വീകാര്യമാണോ, അവനവൻ്റെ സ്വന്തം തൃപ്തിക്കനുസരിച്ചും യുക്തിക്കനുസരിച്ചും ശരിയാവുകയില്ല എന്ന തോന്നലൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ഈ പ്രസ്ഥാനത്തിന് ഇനിയും ഭാവി പദ്ധതികളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ദീർഘകാലത്തേക്ക് ഗുണകരമായുള്ള സാഹചര്യങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ടും സർവാത്മന സ്വീകരിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ ജോലിസ്ഥലത്ത് മെയ് മാസം മുതൽ ഒരു വർഷത്തേക്ക് കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും. ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ടൊരു വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും. എന്നിരുന്നാൽ പോലും ഇങ്ങനൊരു അവസരത്തെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളെല്ലാം ഉപേക്ഷിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുകയും ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കാനും അതൊരു പ്രചരിപ്പിക്കുന്നതിന് ഭാഗമായിട്ട് ഭാരതീയ തത്വശാസ്ത്ര ശാഖകൾ പ്രചരിപ്പിക്കാനുമായിട്ടൊരു മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പിനും അതുകൊണ്ടൊരു ആത്മനിർവൃതി ഉണ്ടാകുവാനും മകനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു 2024 യോഗം കാണുന്നുണ്ട്. നമസ്കാരം.